ബോബി ചെമ്മണ്ണൂരിന് കാക്കനാട് ജില്ലാ ജയിലിൽ വഴിവിട്ട സഹായം ചെയ്ത സംഭവത്തിൽ മധ്യമേഖലാ ജയിൽ DIGയെയും കാക്കനാട് ജില്ലാ ജയിൽ സൂപ്രണ്ടിനെയും സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ. ജയിലാസ്ഥാനത്തെ DIG സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലാണ് 2 ഉദ്യോഗസ്ഥർക്കെതിരെയും കർശന നടപടിക്ക് ശുപാർശ ചെയ്യുന്നത്. റിപ്പോർട്ടിന്മേൽ ആഭ്യന്തര സെക്രട്ടറിയാകും നടപടി സ്വീകരിക്കുക. ബോബി ചെമ്മണ്ണൂർ പുറത്തെത്തിയപ്പോൾ ബോബിയെ വഴിവിട്ട് സഹായിച്ചവരുടെ പണി പോകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. കാക്കനാട് ജില്ലാ ജയിലിൽ ബോബി ചെമ്മണ്ണൂർ റിമാൻഡിൽ കഴിയുമ്പോഴാണ് മധ്യമേഖലാ ജയിൽ DIG P. അജയകുമാർ ബോബി ചെമ്മണ്ണൂരിന്റെ സുഹൃത്തുക്കളുമായി ജയിലിലെത്തിയത്. ജയിൽ ചട്ടങ്ങൾ പാലിക്കാതെ ബോബി ചെമ്മണ്ണൂരുമായി 2 മണിക്കൂറിലധികം സമയം ചെലവഴിക്കാൻ ഇവർക്ക് അവസരം ലഭിച്ചിരുന്നു. സൂപ്രണ്ടിന്റെ മുറിയിൽ ബോബി ചെമ്മണ്ണൂരിനെ വിളിച്ചു വരുത്തുകയും DIGയുടെ കൂടെ ജയിലിലെത്തിയവരുടെ ഒപ്പം ചിരിച്ചുല്ലസിക്കാനുള്ള അവസരം ഒരുക്കലായിരുന്നു DIGയുടെ നേരിട്ടുള്ള അവതാര ലക്ഷ്യം. ബോബി ജയിലിലുള്ളപ്പോൾ തന്നെ ഈ സന്ദർശനത്തിന്റെ വിവരം പുറത്തറിഞ്ഞു. സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകി. നിരവധി റിമാൻഡ് തടവുകാർ കഴിയുന്ന കാക്കനാട് ജില്ലാ ജയിലിൽ DIGയുടെ പെട്ടെന്നുള്ള സന്ദർശനവും ബോബിയോടുള്ള പ്രത്യേകം കരുതലും സ്നേഹവും കണ്ടുനിന്ന ജയിൽ ഉദ്യോഗസ്ഥരെ പോലും അമ്പരപ്പിച്ചു. ജയിലിന്റെ ഉള്ളിലേക്ക് ഈച്ച കയറിയാൽ പോലും രജിസ്റ്ററിൽ എഴുതണമെന്ന് പറയുന്ന അതേ ഉദ്യോഗസ്ഥരാണ് DIGയുടെ കൂടെ വന്നവർക്ക് ഒരു രജിസ്റ്ററും കാണിക്കാതെ അകത്തേക്കുള്ള വാതിൽ തുറന്നു നൽകിയത്. ജയിലിലെ പ്രോപ്പർട്ടി രജിസ്റ്ററിൽ പോലും തിരുത്തൽ വരുത്തി. പരാതിയോർന്നതോടെ ജയിൽ DGP അന്വേഷണത്തിന് ഉത്തരവിട്ടു. സർക്കാർ തന്നെ DGPക്ക് അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയായിരുന്നു. അന്വേഷണത്തിൽ ഒരുപിടി ചട്ടങ്ങളാണ് ബോബിയുടെ പണത്തിനു മുന്നിൽ നടുകുനിച്ച് ജയിലിൽ നിൽക്കുന്നതെന്ന് ഹെഡ്ക്വാർട്ടേഴ്സ് DIG വിനോദ് കുമാർ കണ്ടെത്തി. മധ്യമേഖലാ DIGക്കെതിരെ കാക്കനാട് ജയിൽ സൂപ്രണ്ട് ഒഴികെയുള്ള ജീവനക്കാർ മൊഴി നൽകുകയും ചെയ്തു. ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജയിൽ സൂപ്രണ്ട് രാജു അബ്രഹാം, മധ്യമേഖലാ ജയിൽ DIG അജയകുമാർ എന്നിവരെ സസ്പെൻഡ് ചെയ്യാൻ റിപ്പോർട്ട് നൽകിയത്. ഈ റിപ്പോർട്ടിന്മേൽ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയാകും നടപടി സ്വീകരിക്കുക. സർവീസിൽ നിന്നും വിരമിക്കാൻ 6 മാസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് മധ്യമേഖലാ ജയിൽ DIGക്കെതിരെ അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്യപ്പെടുന്നത്. ബോബി ചെമ്മണ്ണൂരിന്റെ ജയിലിൽ വഴിവിട്ട സഹായം ലഭ്യമായ സംഭവത്തിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സ്വാധീനമുള്ളവന് മുന്നിൽ നമ്മുടെ നിയമങ്ങൾ തലകുനിച്ചും ചട്ടങ്ങൾ നടുവളച്ചും നിൽക്കുന്നത് നാം പലവട്ടം കണ്ടിട്ടുണ്ട്. അതേ നിയമങ്ങളും ചട്ടങ്ങളും ഉപയോഗിച്ച് ശമ്പളം മേടിക്കുന്ന ഉദ്യോഗസ്ഥർ തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ ശിക്ഷിക്കപ്പെടേണ്ടേ എന്ന ചോദ്യമാണ് ഉയരുന്നത്. S. ശ്യാംകുമാർ, 24, കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ.